ഓ ഓ എങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് പരല് പിടിക്കാനൊക്കെ ഇത് ബെറ്റർ ആണ്. കാര്യം 700 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ഇത് വെളിയിൽ നിന്ന് ഓടി ഒന്ന് കയറിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമുക്ക് കുരിക്കുകയും പിടിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു 700 രൂപയ്ക്ക് ഒരു വല വാങ്ങി. പരല് പിടിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. നമ്മൾ പിന്നെ തോട്ടിലോട്ട് വന്നിട്ടുണ്ട്. തോട്ടിൽ വന്ന് കുറച്ച് ചൂണ്ടയ്ക്ക് വേണ്ടി എത്ര പരല് കിട്ടുമെന്ന് നോക്കാനാണ്. എന്നിട്ട് അത് ചൂണ്ടയിടാനുള്ള പരിപാടിയാണ്. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീശ് വല. അതൊരു നല്ലൊരു ബക്കറ്റും കൊണ്ടുവരെയാണ്. അവന് പൊരിക്കേണ്ട കയ്യിൽ പിടിച്ചു കൊടുക്കണമെന്ന് പറയണം പരല്. ഇതാണ് നമ്മുടെ തോട്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പൊ നമ്മളിന്ന് ഇവിടെ ഈ തോട്ടിൽ നിന്ന് കുറച്ച് പരല് പിടിച്ച് വരാല്, മനഞ്ഞില് ഇവന്മാർക്ക് ടാർഗറ്റ് ചെയ്ത് കുറച്ച് ദൂരം നടക്കാറുണ്ട്. നടന്ന് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചു പോവാം. ഇതാണ് പുത്തരിക്കണ്ടം മൈതാനം. ഓ, അതിന്റെ അടുത്ത കൂടെയൊക്കെ ആയിട്ട് വരും. ചതിക്കകത്ത് ചന്തുവിൽ പറയുന്ന അതേ പുത്തരിക്കണ്ടം മൈതാനം. അതെന്താ? ഓ, ഏതൊരു മൈതാനം. അതാണ് കേട്ടോ. അടുത്ത വല. ഓ, എന്തൊരു വട്ടം. വട്ടമായിരുന്നു കേട്ടോ. സൗണ്ട് വെള്ളത്തിൻ്റെ ബക്കറ്റ് എടുത്ത് മാറ്റി. ഒരു കൈക്ക് വേണ്ട. നുള്ളിയാണെന്നാണ് തോന്നുന്നത്. രണ്ടെണ്ണം, 2 നുള്ളി. വലിയ വലിയ മീനുകൾ. അത്യാവശ്യം നമുക്ക് മീൻ ഇഷ്ടം പോലെ കിട്ടി. കടല്. അപ്പൊ വലിയ നഷ്ടമില്ല ഈ വല. ഞാൻ നിങ്ങൾക്ക് പരല് പിടിക്കാൻ വേണ്ടി ഈ വല റെക്കമെൻഡ് ചെയ്യും. അല്ലേ? ഞാനും കാര്യം നമുക്ക് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ? പരല് പിടിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് പരല് പിടിക്കാനൊക്കെ ഇത് ബെറ്റർ ആണ്. കാര്യം 700 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. മീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലുത് കിട്ടും. ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അങ്ങനെയല്ലേ കിട്ടിയത്. നിങ്ങളൊക്കെ എടുക്കത്തി പാടുപെടും. പിന്നെ അത്യാവശ്യം വേറെ കുരുക്കോ കാര്യങ്ങളോ ഇല്ല. പിന്നെ കൊഞ്ച് കിട്ടും, അതുറപ്പാണ് ഈ വിലക്ക്. ഇത് വെളിയിൽ നിന്ന് ഓടി ഒന്ന് കയറിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമുക്ക് കുരിക്കുകയും പിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് മീനില്ലാന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊന്നും വന്ന് കയറും. ചുമ്മാ എന്തോ ഒരു ഡയലോഗ് ഉണ്ടായില്ല, മൂന്നാറിൽ നിന്നും വരുമെന്ന്. പത്തായത്തിൽ എലി ഉണ്ടെങ്കിൽ പത്തായത്തിൽ നരി ഉണ്ടെങ്കിൽ എലി അങ്ങ് മൂന്നാറിൽ നിന്ന് വരും. അങ്ങനെയല്ലേടാ ഉണ്ണി? അങ്ങനെയല്ലേ? അതുപോലെയാണ് ഇവിടെ വല ഉണ്ടെങ്കിൽ അങ്ങ് താഴെ കടയിൽ നിന്ന് മീൻ വരും. താഴത്തെ കടയിൽ നിന്ന് മീൻ വരും. ചന്തയിൽ നിന്ന്. കയ്യിലേക്ക് നല്ല നാറ്റുണ്ട്. ഈ വിലയിൽ എത്ര മിനിറ്റ്? 5-6 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം പരല് പിടിക്കാനൊക്കെ ബെറ്റർ ആയ വിലയാണ്. വില വളരെ കുറവാണ്. നമുക്കെന്തായാലും ബെറ്റർ ആണ്. കാര്യം നമുക്ക് ഇത് മെയിനായിട്ട് നമ്മൾ പിടിക്കുന്ന തന്നെ നൈറ്റ് എന്തിനാണ്? ചൂണ്ട കെട്ടിയിടാനാണ് നമ്മൾ കൂടുതലായിട്ട് ഇത്. ഈ വില നമുക്ക് ഉപകാരപ്പെടുന്നത്. നിങ്ങൾക്ക് പള്ളത്തിയൊക്കെ തിന്നണം, അവർക്കൊക്കെ ബെറ്റർ ആയിരിക്കും. ഇങ്ങനെയൊക്കെ സുഖമായിട്ട് പിടിക്കാം. നൈസ് സാധനോ. ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്താൽ സെറ്റ്. എല്ലാവർക്കും അതിന്റെ രുചി മനസ്സിലാവും. ഇവിടെയാണ് അടുത്ത വില. ഓങ്ങി എറിഞ്ഞാൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ. മീനുണ്ടോ? ഇതിലും മീനുണ്ട്. നമ്മളിവിടുത്തെ തോട്ടിൽ നിന്നാലും ഇങ്ങനത്തെ കൈലിയൊന്നും പിടിക്കാത്തതുകൊണ്ട് ഈ കൈലിയൊക്കെ ഇവിടെ വംശനാശമായിട്ട്. ഇവിടെ അതിൻ്റെ അടുത്ത് പറയാതെ ഇളക്കൂട്ടാ. 4 ഉണ്ട്. ഇനി ഇളക്കുണ്ണി ഇത്രയും മീൻ കിട്ടി. ഇതാണ് അത്യാവശ്യം വലുത്.
കളർഫുൾ ആണ് കേട്ടോ. തിളങ്ങും. നമ്മൾ നൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോകുന്നതോറും ഇരുട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വെക്കുമ്പോ കളർ മനസ്സിലാവും. അപ്പൊ ഇത് ഫൈനൽ വിലയാണ്. കാര്യം നേരെ ഇരുട്ടി, ഇനി പാമ്പുകളൊക്കെ ഇറങ്ങാൻ സമയമായി. അവസാനം ഇവിടെയാണ് നമ്മൾ വല അടിക്കുന്നത്. ഇവിടെ അങ്ങനെ തോട്ടി ഇറങ്ങി ഇങ്ങനത്തെ ചെറിയ മീൻ പിടിക്കാറുമില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷാമമില്ല. പിന്നെ നമ്മള് പ്രത്യേകിച്ച് വന്നതെന്ന് പറഞ്ഞാൽ ഈ വല ഓൺലൈനിൽ നിന്ന് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും ഒരെണ്ണം അല്ലേ, നിങ്ങൾക്ക് പറഞ്ഞു പിടിക്കാൻ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പരല്, പള്ളത്തി, ചെറിയ ചിലൊക്കെ എല്ലാം കിട്ടും. വലക്കകത്തുള്ള എല്ലാം കിട്ടും. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ വലക്കകത്ത് കയറി കഴിഞ്ഞാൽ വലുതും കിട്ടും. അത്രേ നമുക്ക് കഴിഞ്ഞ ആഴ്ച വന്നെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ കുടുങ്ങാനും ചാൻസ് ഉണ്ട്. കുടുങ്ങാനൊക്കെ ചാൻസ്. തറയൊക്കെ നോക്കിയുള്ളടത്ത് കടിച്ചു കഴിഞ്ഞാൽ വല നമുക്ക് സേഫ് ആയിട്ട് കയറി വരാം. ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് പൊതുവെ ചൂണ്ടയിട്ടാലും വല അടിച്ചാലും പൊതുവെ നമുക്ക് കിട്ടാറുള്ള പണിയാണ്, മെയിൻ ആയിട്ടുള്ള പണിയാണ് ഇത്. ഇനി എന്തായാലും നോക്കി പതുക്കെ അവിടെ കയറി. ചെടിയാണോ വള്ളിയിൽ തൂങ്ങി ഇറങ്ങണതാണ്. അവൻ വള്ളിയിൽ അങ്ങനെ അഴലല്ല, അങ്ങനെ വള്ളി തൂങ്ങി ഞാൻ വെള്ളത്തിലിറങ്ങി. വല കീറാൻ പാടില്ല ഒരിക്കലും. ഇതുപോലെ ഉടക്കി കഴിഞ്ഞാൽ ഇറങ്ങി തന്നെ എടുക്കണം. ആഞ്ഞു പിടിക്കരുത്. ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കീറി പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിലൊരു മീൻ ഇടമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതാണ് മീനകത്ത് കയറുന്ന മീൻ എന്തായാലും പോകത്തില്ല, അത് ഉറപ്പാണ്. കണ്ടില്ലേ, അതാണ് അതെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ വരെ നമുക്ക് ഇതിൽ കയറാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവനെ വലിച്ചു കയറ്റുക, ഇന്ന് പോവുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇവനെ ഇവിടെ ഉപദേശിച്ചിട്ടല്ല, അതായിരിക്കണം ഒരെണ്ണം. അവനെവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഇവിടെ ഡൈവേഴ്സ് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. അതേ കിടന്നാ അല്ല, അതിന് മീനുണ്ട് മുകളിൽ മീൻ ഇരിക്കുന്നു. ഇങ്ങനെ ഈ വല കൊണ്ട് പോയാലും പെടും. അങ്ങനെ അങ്ങനെ രണ്ട് ഉപകാരമാണ്. ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ ഈ വല ഇട്ട് കൊടുത്ത് വലിച്ചു കയറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ അപ്പൊ ശരി, ബൈ ബൈ, സിയോ. ഓക്കെ, ബൈ ബൈ. ഇതാണ് നമ്മുടെ 700 രൂപ വല.